ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. ഞാനിത് രാവിലെ മുതലൊരു വൈകുന്നേരം വരെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ചെയ്യണത്. എന്താ പറയുക, മഴക്കാലമായപ്പോൾ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങിയില്ലേ? പിള്ളേർക്ക് എന്നല്ലാണ്ട് എല്ലാവർക്കും, ഇപ്പോൾ വലിയവരായാലും പിള്ളേരായാലും എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ ശബ്ദമൊക്കെ ഫുള്ള് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴാണ് കേട്ടോ ശബ്ദം അങ്ങനെ വല്ലാണ്ട് സെറ്റായിട്ടില്ല എന്നാണ് നോക്കണത്. ഈ വോയിസ് ഫുള്ള് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ ശബ്ദമൊക്കെ ആകെ മാറിയത് എനിക്ക് മനസ്സിലാവണേ. മഴയായപ്പോൾ മഴ തന്നെ, വെയിലായപ്പോൾ വെയിൽ കൊണ്ട് ചൂടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ലേ? അപ്പോൾ മഴ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്നതപ്പോൾ ഒരു സൺഡേ ദിവസമാണ് കേട്ടോ. അപ്പോൾ പിള്ളേരാരും നീച്ചിട്ടില്ല. പിള്ളേരാരും എന്നല്ല, കുഞ്ഞേറ്റത് രാവിലെ നേരത്തെ തന്നെ നീച്ചിട്ടുണ്ട്. പിന്നെ സനുവിന് പിന്നെ ടൈം ആയിട്ടില്ല. അവളെന്തായാലും നേരം വൈകിട്ടേ നീക്കുള്ളൂ. എല്ലാവരും പറയുന്നത് കേൾക്കാം, ഇന്നിപ്പോൾ സൺഡേ അല്ലേ, സൺഡേ ആയിട്ട് ഫ്രീ അല്ലേ, പണിയൊന്നുമില്ലല്ലോ, ചുമ്മാ ഇരുന്നാൽ പോരെ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് എന്ത് സൺഡേ, സൺഡേ ആയാലും അല്ലാത്ത ദിവസമായാലും ഒക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ എനിക്കുണ്ടാവാറുള്ളത്. കുഞ്ഞാറ്റയുടേതാ എന്നത്തെയും പണി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവൾ നേരത്തെ നീക്കും, എന്നിട്ട് നമ്മുടെ സനുവിനെ പോയി നീപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാവും കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് അവിടെ ദോശയായിരുന്നു കേട്ടോ. ദോശയും കടലക്കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കടലക്കറി എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു ഓർമ്മയിൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ ചോറ് വയ്ക്കാനുള്ളൊരു തന്ത്രപ്പാടിലായിരുന്നു. പിള്ളേർ നീച്ച് വരുന്നതിൻ്റെ മുന്നേ ഞാൻ എല്ലാ പണികളും വേഗം വേഗം തീർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ അവർ നീച്ച് വന്നാൽ നമുക്ക് ഒന്നിനും പറ്റില്ല കേട്ടോ. ഇവിടെ പൊതുവെ കുറുവ അരിയാണ് നമ്മൾ വെക്കാറുള്ളത്. പക്ഷെ ചില ടൈമിൽ എനിക്ക് എന്താണ് തോന്നുന്നത്, അങ്ങനെ ആ ടൈമിലൊക്കെ ഞാൻ പലതരത്തിലുള്ള അരിയാണ് വയ്ക്കാറ്. ചിലപ്പോൾ റേഷൻ അരി വയ്ക്കും, ചിലപ്പോൾ നല്ല കുറുവ അരി വയ്ക്കും. കുറുവ അരിക്ക് നല്ല വേവുണ്ടല്ലോ, അപ്പോൾ അതാവുമ്പോൾ നമ്മൾ അടുപ്പത്താണ് കേട്ടോ വെക്കാറുള്ളത്. അല്ലാത്തത് ജസ്റ്റ് ഗ്യാസിലിട്ട് തിളച്ച് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എന്താ ഇപ്പം കണ്ടില്ലേ, ഇപ്പോഴത്തെ റേഷൻ അരിയിലൊക്കെ ഒരു പ്രത്യേക തരം എന്താ പറയുക, അരി പോലെ തന്നെ വേറൊരു സാധനം, അതിനെന്താ പറയുകയെന്നറിയില്ല. അത് അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ച് ആണത്രേ. അപ്പം അത് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ അതൊക്കെ ഓരോന്ന് പെറുക്കി കളയാറായിട്ടോ ചെയ്യാറുള്ളത്. അതിൽ കെടുക്കണത് അവിടെ കെടുക്കും ചെയ്യും, പക്ഷെ അത് നല്ല പ്രോട്ടീൻ റിച്ച് ഉള്ളതാണ് കേട്ടോ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അരി ഞാനിത് ഗ്യാസിൽ വെച്ചിട്ട് മുറ്റടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഞാനൊരു പഴം അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ അവൾ 1-2 കഷ്ണമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഇവിടെ മുറ്റത്താണെങ്കിൽ മഴ ആയപ്പോഴത്തേനും ഉറുമ്പും മുറ്റകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെയിലി അടിച്ചില്ലെങ്കിൽ ആകെ ഫുള്ള് നിറയും കേട്ടോ. പിന്നെന്താ, ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇതാ രാവിലെ തന്നെ ഞാൻ ഗോതമ്പ് ഉപ്മാവാണ് കേട്ടോ കഴിക്കണത്. ഇവിടെ ഇന്ന് രാവിലെ എന്തെങ്കിലും അരി കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കും. അതിൻ്റെ കൂടെ എനിക്ക് എന്താണ് ആവശ്യം, ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്മൂത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാനിതപ്പോൾ കുറച്ചായിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ളൊരിതിലാണ് കേട്ടോ. ഇപ്പോൾ എത്ര ജസ്റ്റ് 2 വീക്കൊക്കെ ആയിട്ടുള്ളൂ കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതിൽ തന്നെ ഞാൻ 4-5 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതാണ്, പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, ഫുഡ് കണ്ട് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ, ഇപ്പം എന്തായാലും 4 കിലോ വെയിറ്റ് കുറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നല്ലപോലെ ഡയറ്റ് ചെയ്യാനും ഫുഡ് നിയന്ത്രിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തൈറോയ്ഡ് നല്ല കൂടിയിട്ടുണ്ടായിരുന്നതിന് ഞാൻ എന്താ പറയുക, ഗുളിക വാങ്ങി വെക്കും, കഴിക്കാൻ നല്ല മടിയുള്ളൊരു ടൈപ്പിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മന്തൊക്കെ ഞാൻ ഗുളിക കഴിക്കാണ്ടിരുന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് നല്ല ഹൈ ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കറക്റ്റായിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കഴിയുമ്പോൾ സനിയൊക്കെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നലെ തലേ ദിവസം നമ്മളിവിടെ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളനീര് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇളനീരൊക്കെ അമ്മ വെട്ടിക്കൊടുത്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ജസ്റ്റ് രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടിക്കാനും തുടയ്ക്കാനുള്ളൊക്കെ പരിപാടിയിലല്ലോ, ഫുള്ള് ക്ലീനിങ്ങിലായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. വേഗം എൻ്റെ കുട്ടിച്ച് വൃത്തിയിൽ തുടച്ച തയ്യാമ്മ തുടയ്ക്കാം താട്ടല തായോ തായോ മതി.
ഓ നോക്കട്ടെ അവിടെ ആരെ കരയുന്നു? തുടയ്ക്കാൻ പറ്റാത്തതിന് കയ്യാണോ? അജ്ജേ ഇതാ ആന തുടച്ച കുട്ടി തുടച്ച. ആ ഭിത്തിയിലൊക്കെ തുടക്കിട്ടാ. എവിടെ ഉറുമ്പിനൊക്കെ കളി. ഞാൻ തുടയ്ക്കാൻ എപ്പോൾ തൊടി കൊടുങ്ങും അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. കുഞ്ഞാറ്റയ്ക്ക് തുടയ്ക്കാൻ വേണം. ഫുള്ള് വെള്ളത്തിലൊക്കെ കളിക്കാനിട്ട് അവൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താ പറയുക, ഇന്ന് ഫുള്ള് അവൾ തന്നെ ഉണ്ടോ തുടച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവരുടെ ഒരു പ്രായമായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കില്ല. അതല്ലേ സത്യം. പിന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡിനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അടുത്ത വീട്ടിൽ നിന്ന് മുരിങ്ങ അവർ വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മുരിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാന്ന് പറഞ്ഞാൽ എന്താ മുരിങ്ങപ്രാന്തിയാണ്. അത്ര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങയുടെ ഇല. അതിപ്പോൾ എങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ പച്ചമുളക് കീറിയിട്ടാലും ഞാൻ ഒരുപാട് കഴിക്കും. ചോറിൻ്റെ അതേ അളവിൽ തന്നെ മുരിങ്ങയൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. പിന്നെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ചീരയാണ്. ഇതൊരു പ്രത്യേക ഇനം ചീരയാണ് കേട്ടോ. ഇതിൻ്റെ പേര് എന്തോ ഒരു പേരുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതിന് മുന്നേ എപ്പോഴോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ ഇലയും വെച്ചിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഈ ചീര നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാ ചീരയുടെ പോലെയല്ല, എന്നാലും നല്ല പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതുകൊണ്ട് ഉപ്പേരിയായ പിന്നെ ഫുള്ള് ആ ഒരു നേരം മൊത്തം എനിക്കിത് മതി. ചോറിനെ പോലെ തന്നെ ഞാൻ ഉപ്പേരി എടുത്ത് കഴിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഈ ചീരയുടെ കൂടെ ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് കിട്ടിയത് ഇലയെന്ന് വെച്ചിട്ട് കുറച്ച് മുരിങ്ങയുടെ ഇല കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ അതിൻ്റെ എന്താ പറയുക ഒക്കെ തൊലി എന്നാണ് പറയണത്. മുരിങ്ങയിലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഉപ്പേരിയിലേക്കുള്ള ചീരയൊക്കെ അരിഞ്ഞ് വെച്ച് ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂട്ടി ചതച്ചിട്ട് വഴറ്റിയിട്ട് ഉപ്പേരി ഇടുകയാണ് കേട്ടോ ചെയ്തത്. ഉപ്പേരി എന്താ ഒരു പാത്രം നിറച്ചിട്ടുണ്ടെങ്കിലും അത് വഴഞ്ഞ് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം നന്നായി അരിഞ്ഞതാക്കി കഴിഞ്ഞപ്പോൾ ഒരു ബേസനോളം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഉപ്പേരി വെച്ചപ്പോൾ എന്താ പറയുക, 1-2 പേർക്കുള്ളതിനേ ഉള്ളൂ. അത്രയും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. ഈ ഉപ്പേരി ആകുമ്പോൾ അന്നത്തെ ഒരു ചോറ് കഴിക്കാൻ ഈ ഉപ്പേരി മാത്രം മതി. അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും. നല്ല എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോറ് പോലെ തന്നെ ഒരു പാത്രം എടുത്തിട്ട് ഈ ഉപ്പേരി ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഉപ്പേരിയൊക്കെ ആയി അപ്പോഴേക്കൊരു ഏകദേശം ഉച്ച ടൈമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഫുള്ള് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ എന്തായാലും ഫുള്ള് വീട് മൊത്തം എന്തായാലും ക്ലീൻ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിലത്തെ എല്ലാം ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ടേബിൾ എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഗ്യാസ് മിക്സിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ മുകളിൽ തുണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി ഒക്കെ എന്തായാലും വൃത്തിയാക്കാമെന്ന് വെച്ചാൽ നമുക്ക് സൺഡേസിൽ മാത്രമാണല്ലോ പൂർണ്ണമായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ടൈമിൽ എന്താ പറയുക, കുട്ടികൾ സ്കൂളിൽ പോകണ തിരക്കും ഫുൾ എന്തെങ്കിലുമൊക്കെ ഓരോ തിരക്കായിരിക്കും. സൺഡേസിലായിരിക്കും പൊതുവേ ഒന്ന് എന്താ പറയുക റെസ്റ്റ് ഉണ്ടായിരിക്കുക നമുക്ക്. പക്ഷേ റെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുള്ള് വീട് മൊത്തം ക്ലീൻ ചെയ്യേണ്ട ദിവസം സൺഡേസിലായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ കുഞ്ഞാച്ചിൻ്റെ മുടിയൊക്കെ മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണേ. നമുക്ക് പണികൾ ചെയ്യുമ്പോൾ വിശപ്പോ അതുപോലെ സമയം പോകുന്നതോ ഒന്നും അറിയില്ല അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ പണികൾ ചെയ്താൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, മടി പിടിച്ചാൽ നമ്മൾ മടി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പണി ചെയ്ത് തുടങ്ങാൻ വിചാരിക്കുക, അത് ചെയ്ത് ഫിനിഷായി കഴിഞ്ഞിട്ടേ ഞാൻ നിർത്തുള്ളൂ. അതിപ്പോൾ എത്ര ടൈം ആയാൽ പോലും ഇപ്പോൾ നേരത്തെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തീരാവുന്ന അങ്ങനത്തെ പണിയാണെങ്കിൽ വേഗം തീർക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എത്ര നേരം എടുത്താലും അത് ഫിനിഷ് ആക്കിയിട്ട് കേട്ടോ ഞാൻ നിർത്താറുള്ളൂ. ഏട്ടനാണ് കേട്ടോ ഇവിടെ പറയാറുള്ളത്, ഞാൻ തന്നെ വൃത്തികേടാക്കുകയും ചെയ്യും പിന്നെ ഞാൻ തന്നെ വൃത്തിയാക്കുകയും ചെയ്യും. അതുതന്നെയാണ് കേട്ടോ എന്നും പറഞ്ഞാൽ അതുതന്നെയാണ് അവസ്ഥ. തുണികളായാലും വലിച്ചു വാരിയിടും പിന്നെ അതുപോലെ വൃത്തിയാക്കി എപ്പോഴും അത് തന്നെയാണ് കേട്ടോ ഇവിടെ പരിപാടി ഉണ്ടാവാറ്. പിന്നെ എന്താ ഏട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ല മിസ്സിങ് തന്നെയാണ് കേട്ടോ. ഏട്ടൻ ഇതിവിടെ വീട്ടിലില്ലാത്ത കാരണം ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏട്ടപ്പോൾ ഇവിടെ നാട്ടിലല്ല, ഇവിടെ പൊള്ളാച്ചിയിലൊക്കെയാണ് വർക്ക്. അപ്പോൾ കൂടി പോയി ഞങ്ങൾ ജസ്റ്റ് 1-2 ആഴ്ച കൂടുന്തോറൊക്കെ അങ്ങനെ ഏട്ടൻ വരാറുണ്ട്. ഇപ്പം ഏകദേശം 1 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ വരികയെന്ന് അറിയില്ല.
അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് അടുത്തുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല പറഞ്ഞ അവസ്ഥയാണ്. അകന്നിരിക്കുമ്പോഴല്ലേ ആ ബന്ധം കൂടുതലായിട്ട് നമുക്ക് അറിയുന്നത്. അടുത്തുള്ളപ്പോൾ എപ്പോഴും തല്ല് കൂടിയിട്ടും വഴക്ക് കൂടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ പോകും. പക്ഷെ ഇല്ലാത്തപ്പോൾ നമുക്കതൊരു സങ്കടം വേറെ തന്നെയാണ് കേട്ടോ. ഏട്ടൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര മിസ്സിങ് തന്നെയാണ് കേട്ടോ. എന്താ ഏട്ടൻ ചില സമയത്ത് പറയാറുണ്ട്, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും, നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കുഞ്ഞാറ്റേനെയും സനുവിനെയൊക്കെ കാണാൻ തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ നാട്ടിൽ തീരെ വർക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ പുറത്തല്ല, അവിടെ പൊള്ളാച്ചിയിൽ പോയിട്ട് പണിയണത്. പക്ഷേ ഏട്ടന് മനസ്സുണ്ടായിട്ടൊന്നും അല്ലല്ലോ, നമുക്കിവിടെ നാട്ടിൽ വർക്കില്ലാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഒരു ദിവസം പോലും ഏട്ടനെ വിട്ടുമാറിയിരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, കുട്ടികളും അത് ഓരോ സാഹചര്യത്തിൽ നമ്മൾ അതിനോട് സെറ്റായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ, ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയാണ് കേട്ടോ അതൊക്കെ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമുള്ള പരിപാടിയാണ്. നമ്മുടെ അടുക്കള ഫുള്ള് ഞാൻ എന്തായാലും ടേബിൾ ക്ലീൻ ചെയ്യില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒതുക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഫുള്ള് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഗ്രീൻ ടീ. പിന്നെ അതേപോലെ ചിയാ സീഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഈ വെയിറ്റ് കുറഞ്ഞത്. അതും യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ ഗ്രീൻ ടീയുടെ വെള്ളമാണ് കേട്ടോ കുടിക്കാറുള്ളത്. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റേനെ ഉറക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ എന്താ പറയുക, ഉറക്കമൊന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ ആകെ അലങ്കോലാക്കുക എന്നല്ല, നമ്മുടെ പണി ഒന്നും നടക്കൂല. പിന്നെ അതാ കണ്ടില്ലേ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള പൊടികളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അവർ വന്ന് നിന്ന് എന്താവും അവസ്ഥ. അപ്പോൾ അവളേനെ ഉറക്കിയതിന് ശേഷമൊക്കെയാണ് ഞാൻ എല്ലാ പണികളും ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും ചിലവ് എന്ന് പറയുക എന്താ, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ പഞ്ചസാര. കാപ്പിയിലേക്കൊക്കെ നമ്മൾ എന്നും പഞ്ചസാര എന്നൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര ചിലവാണ് കേട്ടോ. പിന്നെന്താ, മീൻകറി വെക്കുമ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിക്കൊക്കെ നല്ല ചിലവ് തന്നെയാണ്. അപ്പോൾ ഓരോന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതിലിങ്ങനെ നിറച്ച് വെക്കുകയാണ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവിടെ ഡെയിലി സ്റ്റോക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ മീഷോന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ആപ്പിൽ നിന്നൊക്കെ ഒരേപോലത്തെ പാത്രങ്ങൾ വാങ്ങിയിട്ട് അതിലിട്ട് വെക്കണം എന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ ഭയങ്കര ചെറുതായിരിക്കും. പിന്നെന്താ, വലിയ പാത്രങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കണ പാത്രങ്ങളൊക്കെ ചെറുതായിരിക്കും. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ക്വാണ്ടിറ്റിയിലൊന്നും അതിൽ ഇട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, ഏത് പാത്രമാണ് കിട്ടുന്നത് വെച്ചാൽ അതിലൊക്കെ ഇട്ട് വയ്ക്കാണ്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വാങ്ങിച്ച ബൂസ്റ്റിൻ്റെ പാത്രമായാലും അതുപോലെ എന്തൊക്കെയാണ് കുറുക്കൊക്കെ അങ്ങനത്തെ പാത്രത്തിലൊക്കെയാണ് എല്ലാതും ഇട്ട് വയ്ക്കാറുള്ളത്. പിന്നെ ഇതാ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അങ്ങനെ കറക്റ്റ് അതൊരു ഓർഡറിൽ തന്നെയാണ് എപ്പോഴും വയ്ക്കാറുള്ളത്. എന്തായാലും എനിക്ക് മീഷോന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് ഒരേപോലെ വാങ്ങിച്ച് നീറ്റാക്കിയിട്ട് വയ്ക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട്. പക്ഷെ അതിന് മുന്നായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. വീട്ടിലൊക്കെ ഫുള്ള് പെയിൻ്റ് അടിച്ച് ഒന്നും കൂടി വൃത്തിയാക്കിയാലല്ലേ നല്ല രസം ഉണ്ടാവുക കാണാൻ. വീട് ഫുള്ള് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണം. കുറേ നാളായിട്ട് ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇപ്പം എന്താ പണ്ടത്തെ പോലെ ഒന്നുമില്ല. പെയിൻ്റ് അടിക്കാൻ ഇറങ്ങിയ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നല്ല പോലെ പൊടിയും. പിന്നെന്താ, നമ്മുടെ ടെറസിൻ്റെ മുകളിലൊന്ന് ഷീറ്റ് ഇടണം. അങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കണ്ടിട്ട് എപ്പോഴേലും നടക്കും. എനിക്കാണെങ്കിൽ ഞാൻ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എന്താ പറയുക, ആഗ്രഹങ്ങൾക്ക് അവസാനമില്ലല്ലോ. ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളം നടക്കുള്ളൂ, അങ്ങനെയൊക്കെയല്ലേ പറയാറ്. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിനൊന്നും അവസാനമില്ല കേട്ടോ. അങ്ങനെ ഫുള്ള് ഇരുന്ന് ഒരു ദിവസം മൊത്തം ഫുള്ള് വീട് ക്ലീനിങ് തന്നെയായിരുന്നു. അടുക്കള മൊത്തം ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം നല്ല ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പണികൾ കഴിഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. രാത്രി ആയിട്ടുണ്ട്. രാത്രിയിൽ കുഞ്ഞ് മൈലാഞ്ചി പരിപാടിയായിരുന്നു കേട്ടോ. എന്നോ വാങ്ങിച്ച് വെച്ച ട്യൂബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സനു മൈലാഞ്ചി ഇട്ട് തരണം പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒപ്പിക്കലായിരുന്നു. അവൾക്കാണെങ്കിൽ 2 കയ്യിലും ഇട്ട് തരാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വാശിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നീട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, സ്കൂളിൽ പോകുമ്പോൾ 2 കയ്യിലും ഇട്ടാൽ ടീച്ചർ ചീത്ത പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെന്ന് നമ്മുടെ കുഞ്ഞാറ്റിയും കൊടുത്ത് കയ്യൊക്കെ കാട്ടി തരുന്നുണ്ടായിരുന്നു. അവ മാമുണ്ടാനോ എന്താ കുഞ്ഞാ എപ്പോഴും ഇപ്പോൾ വാരി തരുമോ? കളറ് പിടിക്കും. ഒരു കയ്യിൽ മതിയേ, ഒരു കയ്യിൽ മതിയിടാ. ആവോ, ഒരു കയ്യിൽ പോരെ? നോട്ടെ മേലച്ചിട്ട് കാണിച്ചു തരാ. നേരെ കട്ടെ.
പൊക്കി കാണിച്ചാ കൈ പൊക്കി കാണിക്ക്. ഒരു കയ്യിൽ മതിടാ. എന്താ കുഞ്ഞാ, ഒരു കയ്യിൽ മതി. ചോറ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അല്ല വരകളൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. രസല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാനാ? എന്ത് സെയിമ്? സെയിമോ? എന്ത് സാധനം? എങ്ങനെയൊക്കെ വരയ്ക്കല്ലേ. ഇതന്നെ ഞാൻ വരച്ച കുട്ടിയത് എങ്ങനെ എനിക്കറിയാലോ മുന്നാ. അപ്പം എന്താ രണ്ട് കയ്യിലും അവസാനം എന്താ മൈലാഞ്ചിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് വല്ല മിസ്റ്റേക്കോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.